ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോത്തിൻ്റെ നാക്ക്. അപ്പോൾ പോത്തിൻ്റെ നാക്ക് എന്ന് പറയുമ്പോൾ ആരും നെറ്റി വിളിക്കണ്ട. നമ്മൾ പോത്തിൻ്റെ പോട്ടിയ, ലിവർ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ കറി വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നാക്ക് ഇതിലെല്ലാം ഒരുപടി മുകളിൽ നിൽക്കുകയുള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നമുക്ക് 1 മണിക്കൂർ മുകളിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ട്. നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ തൊലി ഒരു 2 മണിക്കൂർ മുകളിലൊക്കെ വേവുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇത് പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ സംഭവം. പക്ഷെ നമ്മൾ 1 മണിക്കൂറോളമായി നമ്മളിത് വേവിച്ചുള്ളൂ. അതുകൊണ്ട് ഇത് പൊളിച്ചെടുക്കാൻ നമ്മൾ ചെത്തിക്കളയാണ്. നമുക്കത് റെഡിയാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഒരു ചെറിയ വെറൈറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കറിയാക്കിയെടുക്കാം. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പുരട്ട് കറി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഭാഗം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ എടുത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് പൊടി വിതറി കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ നമുക്കൊരു പീസ് ബട്ടർ നമ്മൾ ചൂടായ ശേഷം ചട്ടിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്കിതിനെ അങ്ങനെ നിരത്തി കൊടുക്കാം. അപ്പോൾ അധികം വേണ്ട, കാരണം എന്തായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടെടുത്ത് കഴിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഇടുന്നില്ല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് പയ്യെന്ന് തൂളി കൊടുക്കാം. പിന്നെ മേമ്പൊടിക്കൊരു 2 കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ. അവനൊന്ന് റെഡിയായി വരുമ്പോൾ തീ കുറച്ചിടുക. റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവനെ മുക്കി കഴിക്കാനായിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ പഴുത്ത മുളക് കിട്ടുവാണെങ്കിൽ, പച്ചമുളക് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അതും പിന്നെ ഒരു ചുവന്നുള്ളിയുടെ ഒരു പീസ്, പിന്നെ ഇഞ്ചി ഒരു 2 ചെറിയ കഷ്ണം, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും നല്ല പളിച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു നാരങ്ങയും കൂടെ നമുക്ക് ഒരു പീസ് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഇവനെ നല്ല ഇളക്കി ഇടികലിനകത്ത് വെച്ച് നല്ല ഇടിച്ചിളക്കി നല്ല ചാറാക്കി കിടത്താണ്ടല്ലോ, സംഭവം പൊളിക്കും. കണ്ട നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇവൻ എങ്ങനെയുണ്ടെന്ന്. പോത്തിന്റെ നാക്ക് ഫ്രൈ ചെയ്ത് റെഡി ആയേക്കുവാണ്. സംഭവം കഴിച്ചു നോക്കി, നല്ല സൂപ്പർ സാധനമാണ്. അടുത്ത കറി ഉണ്ടാകും. കുക്ക് പോയിട്ട് കറി കുറേ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ നാക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടിപൊളി പെരട്ട് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് പച്ചമുളകൊക്കെ ഒന്ന് കീറി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം നമ്മൾ ഒരു ഉരുളി എടുത്ത് അടുപ്പ് വെച്ച് അതിനകത്തേക്ക് നമ്മൾ
ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, തൈക്കോലം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കീറി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്കതങ്ങോട്ട് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് മുളക് പൊടി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ്. നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഗരം മസാലയാണ്, അത് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നമുക്ക് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഞുറുക്കി വെച്ചിരിക്കുന്ന പോത്തിൻ്റെ നാക്ക് നമുക്കതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം അത് കുറച്ച് കുരുമുളക് പൊടിയാണ് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തുള്ളി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളച്ച് അല്പം കൂടെ ഇതിൻ്റെ ചാറൊന്ന് വറ്റി വന്നാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അല്പം കൂടെ മൂടി വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല പെരളനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നിളക്കി റെഡിയാക്കിയിടും. അപ്പോ പോത്തിന്റെ നാക്ക് പെരട്ടിയത് ഇവിടെ റെഡി ആയേക്കുവാണ്. ഈ പോത്തിന്റെ നാക്ക് എന്ന് പറയുന്നത് അത് ഇറച്ചി പോലെ തന്നെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ്. പോത്തിന്റെ ഇറച്ചി കഴിഞ്ഞും ലിവറിനെ കഴിഞ്ഞും, അതായത് പോട്ടി ഒക്കെ കറി വെക്കുന്നുണ്ടല്ലോ, പോട്ടി കറി വെക്കുന്ന കഴിഞ്ഞും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ നാക്കെന്ന് പറഞ്ഞത്. ശരിയാക്കി എടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഞങ്ങൾ പറയുന്നതിനകത്ത് കാര്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം കമന്റ് ആയിട്ട് വിടുന്നതായിരിക്കും നല്ലത്. അതെ അതെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞങ്ങൾ ഇതിലും നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.